ഞാനൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് ഷെഫീഖ് പാലാഴിയും സുമേഷ് പാലാഴിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്നെ ഈ ബിസിനസിന്റെ ആവശ്യാർത്ഥം വീട്ടിൽ വന്ന സമയത്ത് സുമേഷ് സാർ എൻ്റെ അളിയനാണ്. അപ്പം സാർ ഈ കുറച്ച് പ്രോഡക്റ്റുകളായിട്ടാണ് വന്നത്. കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ബിസിനസിന്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളൊരു, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം എന്തിലോ വീണിട്ടുണ്ടെന്ന് വൈഫിനോട് പറഞ്ഞു. സുമേഷ് എന്തോ ഒരു ഡയറക്ട് സെല്ലിങ്ങോ നെറ്റ്വർക്കോ എന്തായിട്ട് വരുന്നുണ്ട്, സൂക്ഷിച്ചോളേണ്ടോ. അങ്ങനെ തന്നെയാണ്. വലിയൊരു ആപത്ത് വരുന്ന സമയത്ത് പറയും, കാറ്റും മഴയും വരുന്ന സമയത്ത് മക്കളെ നോക്കണം. അതേമാതിരി തന്നെ നമ്മൾ സാമ്പത്തിക പ്രശ്നങ്ങളല്ലേ, നമുക്ക് എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നങ്ങളാണ്. നമ്മൾ എന്തൊരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണക്ക് കൂട്ടലുകളായിരിക്കും മുന്നുണ്ടാകുക. അപ്പൊ ആ ഒരു ആപത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതും എനിക്ക് തീരെ താല്പര്യമില്ല. ആ സമയത്താണ് ഇതിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ഞാൻ വീട്ടിലില്ല, ഞാൻ പുറത്തായിരുന്നു. വൈഫിനും മക്കൾക്കൊക്കെ ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞു കൊടുത്തു. അവരൊക്കെ ഇതിൽ ജോയിൻ ചെയ്തു. അച്ഛൻ ഏതായാലും ബിസിനസ്സിലില്ല. ഇനി വരാൻ പോകുന്ന ബിസിനസ് ആണെന്നും ആയുർവേദമാണെന്നും മക്കൾക്ക് മനസ്സിലാക്കി. മക്കൾ ഇതിനകത്ത് എൻ്റർ ചെയ്തു. എന്നതിന് ശേഷം ഞാൻ വന്ന സമയത്താണ് ഷെഫീഖ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരൻ ഈ ബിസിനസ് പഠിക്കുന്ന ആളുകളാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് എന്താണെന്ന് പറയാൻ അറിയില്ല. സുമേഷ് സാറിനെ അറിയില്ല. കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ബിസിനസിന്റെ പ്ലാനുകളൊക്കെ കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞു 2,10,000 ആഴ്ചയിൽ വാങ്ങേണ്ട സുമേഷെ, ഇമാതിരി ഉടായ്പ പരിപാടികളായിട്ടൊന്നും ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു. അപ്പം അളിയന് അത് താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യണ്ട, പക്ഷെ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് വാങ്ങാലോ എന്ന്. ഞാൻ പ്രൊഡക്റ്റുകളൊന്ന് നോക്കിയ സമയത്താണ് വെൽനെസ് പ്രൊഡക്റ്റുകൾ. അന്ന് ആയുർവേദത്തിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല, പക്ഷെ എന്നാലും ഉപയോഗിച്ചാൽ റിസൾട്ടുകൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ലിവഗ എന്നൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബിസിനസ്സിൽ വന്നത്. ആ ബിസിനസ് വന്ന സമയത്ത് ഞാൻ ഇതിൽ എൻട്രി ചെയ്ത സമയത്താണ് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, നല്ല പ്രൊഡക്റ്റാണ്, ഉപയോഗിച്ച നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു 30 പേസ്റ്റും 10 ലിവഗൈനും കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്നു. ഒരു ദിവസം കൊണ്ട് വിറ്റു ഞാൻ. അപ്പം ഈ കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമ്മളെ കണക്ക് കൂട്ടലനുസരിച്ചിട്ട് നമ്മൾ ഇതിന് പ്രവർത്തിക്കുകയാണെങ്കിൽ വരുമാനം കിട്ടും. ഒരു പ്രോഡക്റ്റ്, ഒരു പേസ്റ്റ് വിറ്റാൽ എത്ര പൈസ കിട്ടുന്നുണ്ട്, ഒരു ലിവഗൈൻ കൊടുത്താൽ എത്ര പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ബിസിനസ്സിനെ പറ്റി ജോയിൻ ചെയ്യേണ്ട കാര്യം നമുക്ക് അറിയില്ല. പക്ഷെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും അവനവന്റെ ജീവിത പ്രശ്നങ്ങൾ നമുക്ക് ഇതിൽ തരണം ചെയ്യാൻ കഴിയും. ഓട്ടോ മേഖല നിർത്താനല്ല പറഞ്ഞത്, ഓട്ടോ മേഖല ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇത് ബിസിനസ് ബിൽഡ് ചെയ്യാന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് ചെറിയൊരു ബ്രോഷർ മാത്രമാണ് ഷെഫീഖ് സാർ തന്നിട്ട്. അവർക്കും ഇതിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല, കൂടുതൽ പ്രൊഡക്റ്റുകളൊന്നുമില്ല. ആ സമയത്ത് ഈ ബിസിനസ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഞാൻ എന്നെ ഒരു സുഹൃത്തായ രാജേഷിനെ വിളിച്ചു. അങ്ങനെ ഞാനൊരു 2 മാസം തന്നെ പുതിയ ആളുകളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ലീഡേഴ്സിനെ അത്രയും ബുദ്ധിമുട്ടിച്ച ഒരാളാണ്. പക്ഷെ ഒറ്റ ആളെ പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. അങ്ങനെ രാജേഷ് സാറ് എന്റെ വീട്ടിലേക്ക് വിളിച്ചു. അന്ന് സുധി സാറുണ്ട്, ഷെഫീഖ് സാറുണ്ട്, സുമേഷ് സാറുണ്ട്, ഇവരെ എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചു. അന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ തന്നെ രാജേഷ് വന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ബിസിനസ് പ്ലാൻ പറഞ്ഞ സമയത്ത് നമുക്ക് ചെയ്യാന്നുള്ള രീതിയിലായി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ബിസിനസ് മുന്നേ ചെയ്താണ്, അതായത് ഡയറക്ട് സെല്ലിംഗ് ചെയ്തതാണ്, ആംവേ എന്നുള്ള കമ്പനി ചെയ്താണ്, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ എന്താണ് അവർക്കൊന്നും വിജയം കണ്ടെത്താനായില്ല എന്ന് വേണം പറയാം. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് പഠിപ്പിച്ചതും ആംവേ എന്ന കമ്പനിയിൽ നിന്ന് കുറച്ച് നോളജ് കിട്ടിയിട്ടാണ്. അപ്പൊ ശക്തമായ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയാണ് വളരാൻ കഴിയുന്നുള്ളത് ഇത് പഠിപ്പിച്ചു തന്ന കമ്പനി ആംവേ തന്നെയാണ്. കാരണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ അന്ന് മുളച്ചു വന്ന കുറെ ആളുകളുണ്ട്. അവരൊക്കെ ഒന്ന് വേറെ മേഖലയിൽ കയറി കഴിഞ്ഞു. അവരും ലീഡേഴ്സിന്റെ പവർ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഡക്റ്റുകൾ സെയിലാക്കുക, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ നമ്മൾ പ്രോഡക്റ്റുകളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡോക്ടർ അഞ്ജിതയുടെ ക്ലാസ് കൊയിലാണ്ടിയിൽ വെച്ച് നടത്തുകയും അതിൽ ഞാൻ പങ്കെടുക്കാൻ പോവുകയും ഈ കുറച്ച് ലിസ്റ്റുകൾ ഇടാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ കുറെ ലിസ്റ്റുകൾ രീതിയിൽ ഞാനും രാജേഷ് സാറും തന്നെയാണ് ഞങ്ങൾ 2 പേരും ആ ലിസ്റ്റുകൾ ഉണ്ടാക്കി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഉത്സവമായിട്ടുള്ള ബന്ധമുള്ള ആളാണ്. ഉത്സവമായിട്ടുള്ള സ്വന്തമായിട്ട് തെറ പിന്നെ അതിൽ തന്നെ ചെണ്ടമേളം
ആള് പുതിയ അമ്പലത്തിലുള്ള മേളക്കാരനാണ്. ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം അവിടുത്തെ ചണ്ടക്കാരനാണ്, വാദ്യക്കാരനാണ്. അപ്പൊ അയാൾക്ക് അവിടെ ശമ്പളമുള്ളതാണ്. അദ്ദേഹം കുറെ ആളുകളായിട്ട് ബന്ധമുണ്ട്. അതായത് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും ബന്ധങ്ങൾ ഉണ്ടാവല്ലോ. അപ്പം ആ സമയത്താണ് കൊറോണ കയറി വരികയും പ്രോഡക്റ്റുകൾ നിലയ്ക്കുക. കാരണം പ്രോഡക്റ്റുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ 2 പെട്ടി എന്താ പറയാ കവചപ്രാശം വേണമെന്ന് പറഞ്ഞു. കമ്പനി പൈസ അടച്ചിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി. സാധനം കിട്ടി. ഓരോ വീടുകളിലേക്ക് രാവും മുതലായിട്ട് രാത്രികളൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ മറുഭാഗത്ത് ഞാൻ അറിയാതെ സുമേഷ് സാറും ഷെബി സാറും ഒരാളെ പോസ്റ്റ് ചെയ്തു. മനോജ് നിക്കപ്പയിൽ എന്ന് പറഞ്ഞ ലീഡർ. അദ്ദേഹം ഇതിൽ വരുന്നു. ആള് ഫാസ്റ്റ് ആയിട്ട്, കാരണം അയാൾ ഇതിനെക്കാട്ടി വിദ്യാഭ്യാസമുള്ള ആളാണ്, ആള് ബിസിനസ്സുകാരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോയി. അതിൽ പെട്ട ആളുകളാണ് ജയൻ കരിമലമുള്ള കുറെ ലീഡേഴ്സിനെ എനിക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ ഒന്നും ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല. എനിക്ക് നാട്ടിൽ ആദ്യം അതിന് വൈദ്യർ എന്നുള്ള പേരായിരുന്നു. പിന്നെ അത് ഡോക്ടറായി. ഇപ്പൊ വിളിക്കുന്നത് വൈദ്യരത്നം എന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ പുതിയ ആളുകളിലേക്ക് നമ്മൾ ഇത് എത്തിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മളെ പ്രശ്നങ്ങൾ. ഞാൻ മെനാന്നൊരു വീട്ടിൽ പോയ സമയത്ത് അയാള് പ്രൊഫസറാണ്. അപ്പൊ എന്നോട് ഒരു ബുഷിംഗ് ബിസിനസ് അല്ലേ ഇത്? എന്താണ് ബുഷിംഗ് ബിസിനസ്? ഓരോ ആളുകളെ ബുഷ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരുടെ മനസ്സിലുള്ളതും പഠിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത്, ഞാൻ ഓട്ടോ ഡ്രൈവറാണെന്ന് അയാൾക്കറിയാം, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞു സാറേ ഞാൻ 5 വർഷമായി ഇതിനകത്ത്. അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണെന്നും അതോടൊപ്പം തന്നെ ഇത് പഠിക്കാൻ തയ്യാറായില്ല വരുമാനം കിട്ടുന്നെന്നും സാറ് ഇങ്ങോട്ട് പറഞ്ഞു തന്ന, കാരണം പ്രൊഫസറാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, കാരണം ഈ ഡയറക്ട് സെല്ലിങ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കിട്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നഷ്ടസാധ്യത വരാൻ പോകുകയാണ്. കാരണം ഈ ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ അറിയണം. നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളിടത്തോളം ഒരു ബിസിനസ്സുകാരൻ അവരുണ്ടാക്കുന്നത് അല്ല എന്തെന്ന് സാധാരണ കൂലിപ്പണിക്കാരൻ ഉണ്ടാക്കുന്നത്. കൂലിപ്പണിക്കാരന് നിരന്തരമായി ഒരു മണിക്കൂറിന് ഇത്ര പണിയെടുത്താൽ ഇത്ര പൈസ അല്ലെ, ഒരു മണിക്കൂർ പണിയെടുത്താൽ ഇത്ര പൈസ, 10 മണിക്കൂർ എടുത്താൽ ഇത്ര പൈസ, ആ രീതിയിലാണ് കിട്ടുന്നത്. അവർക്ക് കിട്ടുന്നത് എന്താ പറയാ അപ്പം കിട്ടുന്ന മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് മുന്നോട്ടോ പിന്നോട്ടോ വരുന്നില്ല. ചിലപ്പോൾ പിന്നോട്ടേക്കും വരിക. 1000 രൂപയായിരിക്കും ദിവസം വരുമാനം കിട്ടണേ, അതിന്റെ ഡബിള് എന്താണ് ഇവിടെ ചെലവാകുന്നുണ്ട്. അദ്ദേഹം അത് ചെയ്തുകൊണ്ട് തന്നെ വേറെ ബിസിനസ്സിൽ പോണ്ടി വരും. ഇനി വരാൻ പോകുന്നത് ഓരോ സംഗതിക്കും കണക്ക് കൂട്ടി നോക്കുന്ന സമയത്ത് അരി സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണ്. വരുന്നതൊക്കെ ചെലവുകൾ മാത്രമേ ഉള്ളൂ. ഈ 1000 രൂപ ഒരു വാക്ക് കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെയാണ് അയാൾ വേറെ എന്തെങ്കിലും സൈഡായിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഇങ്ങനത്തെ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് നമ്പർ 1 കമ്പനി ആയതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? എങ്ങനെയാണ് നമ്പർ 1 കമ്പനി ആയത്? എങ്ങനെയാണ് ഈ ബിസിനസ് ഉള്ളത്? നമ്മൾ ഓരോ ആളുകൾ റാങ്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ? റാങ്ക് ചേഞ്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടാണ്, ടീമുകൾ ഉണ്ടായത് കൊണ്ടാണ്. ഓരോ ആളുകളും റാങ്ക് ചേഞ്ച് ചെയ്യുമ്പം ഇവിടെ ബിസിനസ് നടക്കുന്നുണ്ട്. ഇവിടെ ബിസിനസ് എന്താ നടക്കുന്നത്? ഡയറക്ട് സെല്ലിംഗ് നടക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? നമ്മൾ മനസ്സിലാക്കേണ്ട നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്നും ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നും മനസ്സിലാക്കേണ്ട ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കണം. കാരണം ഏതൊരു സാധാരണക്കാരനും ഈ ഓപ്പർച്യൂണിറ്റികൾ എടുത്തു ചെയ്താൽ നഷ്ടസാധ്യതയില്ല. കാരണം വാങ്ങി ഉപയോഗിച്ച നല്ല പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാം, വാങ്ങി വിറ്റ മാന്യമായിട്ടുള്ള വരുമാനം കിട്ടും അല്ലെ? മാന്യമായിട്ടുള്ള വരുമാനം കിട്ടും. ഇതന്നെ റോബർട്ട് കിയോസ്കി പറഞ്ഞിട്ടുണ്ട് അല്ലെ? റോബർട്ട് കിയോസ്കിനൊക്കെ നമ്മൾ സത്യത്തിൽ പറഞ്ഞത് ബുക്കിൽ വായിച്ചതും അയാളെ ബുക്സുകൾ വായിച്ചതൊക്കെ നമ്മൾ കുറച്ച് ആളുകൾ വായിച്ചിട്ടുണ്ടാവും. പുതിയ ആളുകൾക്ക് റോബർട്ട് കിയോസ്കി എന്താണെന്നും അതോടൊപ്പം അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും അവർ വരച്ച് കാണിച്ച സാധനം നമുക്ക് ഇതൊന്നും സാധാരണക്കാരാൾക്ക് പുതിയ ആളുകൾക്ക് തലേക്ക് കയറില്ല. പക്ഷെ അത് ഒരു ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് പറഞ്ഞാൽ ഓക്കെ റെഡി. പക്ഷെ നമ്മൾ പറഞ്ഞ ഈ കമ്മ്യൂണിക്കേഷൻ കൂടിയാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് അല്ലെ? നമ്മള് അയ്യൂബ് സാറ് നമ്മുടെ അയ്യൂബ് സാറിന് അറിയാം, ഉമ്മർ സാറിന് എല്ലാ ലീഡേഴ്സിനും നമുക്ക് ഇതിനകത്ത് അറിയാം. അതുപോലെ തന്നെ അയ്യൂബ് സാർ NTC ആണ് അല്ലെ?
NDC ലീഡറെ സംബന്ധിച്ചിടത്തോളം സാറ് ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് വീട്ടിൽ വെച്ചു, ആ വീട്ടിലേക്കുള്ള മാത്രമാണോ ചെയ്തത്? അല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് നെറ്റ്വർക്കാണ് ബിൽഡ് ചെയ്തത്? ഈ ഓപ്പർച്യൂണിറ്റികൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്താണ് ഇത്രയും വലിയൊരു മാർക്കറ്റ് പിടിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മൈലൈഫിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു വലിയ ലീഡറാണ് അല്ലെ. ഈ ലീഡറെ സംബന്ധിച്ചിടത്തോളം ലീഡർക്ക് കാറ്റഗറിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ ആളെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അദ്ദേഹം പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, അയ്യൂബ് സാറ് പുതിയ വണ്ടി എടുത്തു, അയ്യൂബ് സാർ പുതിയ വീടുണ്ടാക്കി, അയ്യൂബ് സാറ് എങ്ങനെ ഒക്കെ നമുക്ക് എന്താ ചെയ്യാ, നെറ്റ്വർക്ക് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അയ്യൂബ് സാർ ഒരു ജ്വല്ലറി ഇട്ടൊരു ഇവിടെ കൊടുവള്ളി ഇരിക്കുകയാണെങ്കിലോ അയാളൊരു കോടീശ്വരൻ, ഒരു ഉദയ കാർ എടുത്ത അയാൾക്ക് എന്താ, അത് അയാളെ പൈസ അയാളത്. പക്ഷെ നമുക്കും കൂടി ഇത് കാരണം നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ, ഈ ഇൻഡസ്ട്രിയിൽ കാണിച്ചു കൊടുക്കുക എന്നാണ് പ്രധാനം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റികൾ പഠിക്കാൻ തയ്യാറായാലും മാത്രമേ വിജയിക്കുള്ളൂ. ഈ ഓപ്പർച്യൂണിറ്റികൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രമേ ഓരോ വ്യക്തികളും പഠിക്കുള്ളൂ. അത് പഠിക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മൾ GTSകൾ, FSSകൾ, പിന്നെ ടുഡേ RTPകൾ. ഇത് പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇതിന് വേറെ വിദ്യാഭ്യാസങ്ങളോ യോഗ്യതകളോ ഒന്നുമില്ല. ഇതിനകത്ത് വരുന്നത് നമുക്കറിയാം, ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ, സ്വന്തം പ്രോഡക്റ്റുകൾ ഇല്ലാത്ത കമ്പനികൾ, ഒട്ടനവധി കമ്പനികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇല്ലേ? അത് നിലയ്ക്കുന്നുമുണ്ട് അല്ലെ. 5 or 6 നെറ്റ്വർക്കിൽ ബിൽഡ് ചെയ്ത ആളുകൾ 6ാമത്തെ ഒരു പ്രോഡക്റ്റ് എടുത്തുങ്ങാണ്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവരെ ആരും വിശ്വസിക്കുക ഇല്ല, വിശ്വസിക്കില്ല. കാരണം അയാൾ എല്ലാത്തിലും എന്തുണ്ട്, ഓരോന്നിനും കയറി ചെന്ന് പറയേണ്ട ആളുകളോട് തന്നെയാണ് പറയുന്നത് അല്ലെ. പറയേണ്ട ആളുകളോട് തന്നെ പറയുന്നത്, അതായത് കുടുംബക്കാരോട് പറയുന്നത്. അപ്പൊ പുതിയതായിട്ട് വേറെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ ആളുകളും ചെയ്യുന്ന പ്രവൃത്തികളെ കൂടുതലായിട്ട് മനസ്സിലാക്കണം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഇല്ലാത്ത ഒരു കമ്പനി പോലും ഇന്ന് ഉണ്ടാവില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് പഠിക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ വിഭാഗം തന്നെ ഉണ്ട് അല്ലെ. നമുക്ക് ആയുർവേദമാണെന്നും ഇതിന്റെ ഒരു സെക്ഷൻ വേറെയാണെന്നും എലമെന്റ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഇടുന്ന പ്രൊഡക്റ്റുകൾ ലോകോത്തര നിലവാരമുള്ള പ്രൊഡക്റ്റുകളാണെന്നും ഏത് രാജ്യത്തേക്ക് ഇത് ഈ സാധനം എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നൊന്നും നമ്മൾ പഠിച്ചിരിക്കണം, ചെയ്തിരിക്കണം. മറ്റുള്ളവർക്ക് കൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവാണ് ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാനുള്ളത്. എലമെന്റ്സിനുള്ള ഒറ്റ ബ്രാൻഡ് കൊണ്ട് നമ്മൾ സമൂഹത്തിലുള്ള കുടുംബങ്ങളെ, അതായത് കുടുംബങ്ങളെ സ്നേഹം ബഹുമാനം ഒക്കെ കഴിയുന്നത് ഒന്നും മരുന്നിലൂടെയാണ്, മന്ത്രത്തിലൂടെയാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ മന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സാണ്. ഈ മന്ത്രം നമ്മൾ പഠിച്ചാല്, ഈ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ബുക്സ് നമ്മൾ പഠിച്ചാല് ഇതൊരു മന്ത്രമാണ്. ഈ മന്ത്രം എലമെന്റ്സ് എന്നുള്ള ബ്രാൻഡിലുള്ള ഈ മന്ത്രം നമ്മൾ പഠിച്ചിരിക്കണം, ചെയ്തിരുത്തിയാൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. ഈ ഓപ്പർച്യൂണിറ്റികൾ എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അത്രയും ആളുകൾക്ക് ഈ ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള ആവശ്യമുള്ള എഡ്യൂക്കേഷൻ നമ്മളെ കയ്യിൽ കിട്ടണം. അതിനാണ് ഞാൻ പറഞ്ഞ GTSകൾ, FSSകൾ, RTPകൾ പങ്കെടുക്കാൻ പറഞ്ഞത്. നമ്മൾ ഓരോ വ്യക്തികളും, ഞാൻ എന്നെ സംബന്ധിച്ച് ഓട്ടോ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ സംസാരിക്കാനോ ഇതേമാതിരി പ്രൊഡക്റ്റ് പറയാനോ ഒക്കെ കിട്ടിയിട്ടുള്ളത് ഈ മൈലൈഫിലൂടെയാണ്. ഇതിനുള്ള വരുമാനം കിട്ടിയത് മൈലൈഫിലൂടെയാണ്. എന്റെ സ്വഭാവങ്ങളും നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എന്താ പറയാ ഡ്രസ്സ്, മറ്റുള്ള ഡ്രസ് കോഡ് ഒക്കെ മാറ്റിമറിക്കാൻ പറ്റിയ ഒരു ബിസിനസ് അവസരമാണ് മൈ ലൈഫ് സ്റ്റൈൽ. ഇത് പുതിയ ആളുകളെ എത്തിക്കുക. നിങ്ങൾ എത്ര നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുന്നോ അത്രയും വരുമാനങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താലും വരുമാനം കിട്ടും. നിങ്ങൾ ആരോടും പറയുന്നില്ല, നിങ്ങൾ സാധനം വാങ്ങി വിറ്റാലും അന്നൊന്ന് ജീവിക്കാം, നല്ല വരുമാനം കിട്ടുന്നുണ്ട് അല്ലേ. നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവർക്ക് എന്തുണ്ട്, ഇത് ബിസിനസ് ബിൽഡ് ചെയ്യാനും കഴിയും. ഒരു TC ATC ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റുകളൊക്കെ പറഞ്ഞ് എന്തുണ്ട്, ഒന്ന് സ്വന്തമായിട്ട് GTS എടുക്കാനുള്ള, സ്വന്തമായിട്ട് ബിസിനസ് പറയാനുള്ള ഒരു കഴിവ് ഇതിനകത്തുണ്ട്. കാരണം RS അക്കാദമി എന്ന് പറഞ്ഞ അക്കാദമി ഉണ്ട് അല്ലെ. നമുക്ക് ആ എഡ്യൂക്കേഷനാണ് നമുക്ക് ഇതിലെ കിട്ടുന്നത്. ബെല്ലിസാർ സത്യത്തിന്റെ പ്രൊഡക്റ്റുകളൊക്കെ പറയോ, അതിൽ മറ്റുള്ള ലീഡേഴ്സ് ഒക്കെ മൊത്തത്തിൽ പറയോ? അവര് പറയുന്നുണ്ട്, അവര് നെറ്റ്വർക്കാണ് ബിൽഡ് ചെയ്തത്. അവര് നല്ല ആളുകളെ നോക്കിക്കാണ്ട് ബിസിനസിന്റെ കൊമ്പ് മുറിക്കേണ്ട സ്ഥലത്ത് തന്നെ കൊമ്പ് മുറിക്കും അല്ലെ.
പിന്നെ ബന്നി സാറ് പറയാറുണ്ട്, ടൺ കണക്കിന് മണ്ണ് നീക്കിയാലും അത് തരി സ്വർണം കിട്ടുള്ളൂ. ഈ തരി സ്വർണത്തിനെ കണ്ടു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ ഈ RTPക്കും മൺഡേ ട്രെയിനിങ്ങിനും ഒക്കെ പോയിട്ട് ഇരുന്നിരുന്ന് എന്തുണ്ടാക്കുന്നത്? നമുക്ക് നോളേജ് ഉണ്ടാക്കുന്നത്. നോളേജ് ഉള്ള ബിസിനസ് ആണ് മൈലേജ് സ്റ്റൈല്. നോളേജ്, എങ്ങനെയാണ് നോളേജുകൾ ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞു ഇതിൽ കൂടിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എലമെന്റ്സ് എന്നുള്ള ഒരു ബ്രാൻഡ് മാത്രമാണ്. അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹിന്ദുസ്ഥാൻ ലിവർ ആണെങ്കിലും അത് മറ്റുള്ള ഏതൊരു കമ്പനി ആണെങ്കിലും ആ കമ്പനിയുടെ ഒരു ബ്രാൻഡിൽ ഒരു പ്രൊഡക്റ്റ് മാത്രം സെയിലാക്കുന്ന CNF ഉണ്ട്, അവർക്ക് ഇതുണ്ട്, അവർക്ക് ടാർജറ്റ് ഉണ്ട്, ടെറിട്ടറിന്റെ ഒക്കെ ഉണ്ട് അല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്ക് രണ്ട് സാധനമാണ് നമുക്ക് മാറ്റുന്നത്. ഒന്ന് പേടി, ഒന്ന് മടി. എന്തുകൊണ്ടാണ് നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിൽ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? മറ്റുള്ളവർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് എന്താവോ? അപ്പോൾ പേടിയാണ്. അത് എന്തുകൊണ്ടാണ്? അത് നോളജ് ഇല്ലാതെ കൊണ്ടാണ്. പിന്നെ മടി, ഓള് ചെയ്തോളും, ഇവര് ചെയ്തോളും. അതല്ല ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടത്. ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ ഇതിൽ വിജയിക്കാനുള്ളൂ. അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ തന്നെ ന്യൂട്രീഷൻ ഫുഡുകളാണ്. ഇതൊക്കെ ന്യൂട്രീഷൻ ഫുഡുകൾ നിങ്ങൾക്ക് ആർക്കൊക്കെ കൊടുക്കണമെന്നും എന്തൊക്കെ കൊടുക്കണമെന്നും എല്ലാവർക്കും ന്യൂട്രീഷനുമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. കാൽസ്യത്തിന്റെ കുറവ്, സോഡിയത്തിന്റെ കുറവ്, കാരണം കുറേ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹോം കെയർ, നമ്മുടെ ഹോം വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് തന്നെ മാർക്കറ്റ് ചെയ്യുക. നിങ്ങൾ ഇടതും വലതും വന്ന ആളുകൾ എന്താണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടാൾക്കാർ പോസ്റ്റ് ചെയ്യാത്ത ആളുകളും ഉണ്ട്, ചെയ്ത ആളുകളുണ്ട്. ഇടതും വലതുള്ള ആളുകൾ നിങ്ങൾ ഈ ബിസിനസ് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അല്ല. അപ്പൊ ഓരോരോ ന്യൂ സ്റ്റാർ ഐറ്റംസ് ഉണ്ട്. ന്യൂ സ്റ്റാർ ഐറ്റംസിലെ കുറെ സാധനങ്ങളുണ്ട്. അതുപോലെ 6 പൊടി ഐറ്റംസ് ഉണ്ട്. അത് കൂടാണ്ട് പുതിയ അഗ്രോ പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ അതോടെ തന്നെ പുതിയ കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട് അല്ലെ? എന്താണ്, കുറെ പ്രൊഡക്റ്റുകൾ പുതിയതും വരാനുണ്ട് അല്ലെ? ആഹാറിൽ തന്നെ വരുന്നുണ്ട്, പൊടി ഐറ്റംസുകൾ വരുന്നുണ്ട് അല്ലെ? കുറെ പൊടി ഐറ്റം സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഹിമാലയന്റെ സാൾട്ട്, അതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ്. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയിഡ് അങ്ങനെ കുറെ നോർമലാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങളാണ്. ഇത് മാർക്കറ്റ് ചെയ്യേണ്ട സിസ്റ്റമാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ഡയറക്ട് സെല്ലിങ്ങിന് ഇൻഡസ്ട്രിയിനകത്ത് ആയുർവേദത്തിൽ സയന്റിസ്റ്റ് വിങ്ങുകളുള്ള ഒരു കമ്പനി മാത്രമേ ഇന്ത്യയിലുള്ളൂ. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആയുധത്തിന്റെ മൂർച്ച എന്താണ്? സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഇതേമാതിരി സയന്റിസ്റ്റുള്ള ഒരു പ്രോഡക്റ്റ് ഉള്ള കമ്പനികൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഡയറക്ട് സെല്ലിന് പ്രത്യേകതയാണ്. അവരൊക്കെ എന്നുണ്ടെങ്കിൽ 41 വർഷം ഡാബർ എന്നുള്ള കമ്പനിയിൽ വർക്ക് ചെയ്ത ആളുകളാണ്. ഡോക്ടർ DV നാരായണൻ, അതുപോലെ തന്നെ KC ഗൗണ്ടന്, അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് പ്ലാൻ KK രാജേഷ്, ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സയന്റിസ്റ്റ് വിങ്ങിനെ നമ്മളെ കമ്പനി വിലക്ക് വാങ്ങിയതാണ്. വിലക്ക് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഏതൊരു സാധാരണക്കാരനും ജീവിക്കാനും അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഈ ബിസിനസ്സിലൂടെ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓപ്പർച്യൂണിറ്റി എടുത്ത് ചെയ്യുന്ന ആളുകൾക്ക് ലിസ്റ്റ് ഉണ്ടോ നിങ്ങൾ അത് നോക്കാം. ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, ABCD, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സാധാരണ ലുങ്കിയോ ചെരുപ്പോ ഇട്ടും കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബിസിനസ് പറയാൻ പാടില്ല, ബിസിനസ് അറിയാൻ പോകാനേ പാടില്ല. അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. നമ്മൾ ആരാണോ, നമ്മൾ സ്റ്റാൻഡേർഡ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്ട് സെല്ലറെ നിങ്ങൾ കാണുന്ന സമയത്ത് അയാളെ ഒരു സാറേ എന്ന് വിളിക്കുന്ന രൂപത്തിലായിരിക്കും. കാരണം അയാൾക്ക് നോളേജ് ഉണ്ടാകും. അയാളെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തു. എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ്. പിന്നെ എന്താ? B എന്ന് പറഞ്ഞ ബിലീഫാണ്. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മുടെ കമ്പനിയുടെ വിശ്വസിക്കണം അല്ലെ? പ്രോഡക്റ്റ് കമ്പനിയെ വിശ്വസിക്കുക എന്ന് പറയുന്നത് കമ്പനിന് ഇന്ന് വരെയായിട്ട് ഒരു വരുമാനം ആർക്കും കൊടുക്കാതെ നിന്നിട്ടില്ല അല്ലെ? അത് ചെയ്യുന്നത് കറക്റ്റ് സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കഷ്ടപ്പാടിൽ നിന്ന് കുറച്ച് മോചനം കിട്ടിയത് ഈ മൈലേജ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് കൊണ്ടാണ്. നമ്മൾ ചെയ്ത പണികളൊന്നും മോശം എന്നല്ല പറയുന്നത്. നമ്മൾ ആ കാലഘട്ടത്തില് നമുക്ക് ചെയ്യേണ്ട കാലങ്ങള് അത് അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം 57 വയസ്സായ ഞാൻ ഇനിയും ബിസിനസ്സിലേക്ക് പുതിയ പുതിയ ആളുകളെ, എന്നെങ്ങാട്ടും വയസ്സ് കുറഞ്ഞ ആളുകളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരുന്ന പുതിയ ആളുകളെ ഞാൻ കൈപിടിച്ചിട്ട് വയസ്സന്മാരായാലും ആരായാലും ഏതൊരു തരത്തിലുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ബിസിനസ് കൊണ്ടുവന്ന് കൈപിടിക്കാൻ ഞാൻ തയ്യാറാണ്. അത് എന്താ കാരണം? ഇതിനകത്ത് കിട്ടുന്ന വരുമാനം. അതുപോലെ തന്നെ വരുമാനത്തിന് മാത്രമല്ല നമ്മൾ നിൽക്കേണ്ടത്, മറ്റുള്ളവർക്ക്
സന്തോഷകരമായ ആ ഒരു കുടുംബത്തിന് സന്തോഷകരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ളുണ്ട്, ആരോഗ്യപരമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരൊക്കെ നമ്മളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു നേരം ഒരു ടൂറ് പോകാൻ പോലും അവർക്ക് നമ്മളെ മനസ്സ് എത്തുന്നില്ല അല്ലെ. ഒരു കുടുംബത്തിനെ കൂടിയിട്ട് ഒരു ടൂറ് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ്, അപ്പം മനസ്സിലാക്കേണ്ടത് അവരൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ടൂറ് പോവുക, ഇതേമാതിരി പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഇങ്ങനെയൊക്കെ പങ്കെടുത്താൽ മാത്രമേ അവരും നമ്മളുടെ ബന്ധങ്ങൾ, ഒരു കുടുംബം എന്താണ് മൈ ലൈഫ് സ്റ്റൈല്. ആ കുടുംബത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊടുവള്ളിയിലെ എല്ലാ സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞിട്ട് എല്ലാ ലീഡേഴ്സ് ആയിട്ടും ഞങ്ങൾ ബന്ധങ്ങളുണ്ട്. ബന്ധങ്ങളോട് കാരണം കാണിച്ചു കൊടുക്കാൻ ഒരാളെ കാണിക്കാൻ പറ്റുമോ? ഡയറക്ട്ലി ഇന്ത്യക്കകത്ത് നമ്പർ 1 കമ്പനിയാണ്. കാരണം അത് തന്നെയാണ് ഉമ്മർ സാറ് നിങ്ങൾ ലീഡറാണ്, നമ്മളെ ലീഡറാണ്, നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ. ഇന്ന് സാറ് താമരശ്ശേരി ആയാലും പിന്നെ നരിക്കുനി ആയാലും മറ്റുള്ള സ്ഥലങ്ങളിൽ കാണിച്ചത് ഉമ്മർ സാറിനൊക്കെ ഉണ്ടാവും. ഉമ്മർ സാർ എന്ന ആളാണ് ഈ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരാള് ഈ ബിസിനസ് കൂടെ ബിൽഡ് ചെയ്ത് അയാളുടെ സ്വന്തം കഴിവാണോ? അല്ല. അപ്പൊ നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറക്ട് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അറിയും വലയിട്ട് കാണണം. അതായത് നിങ്ങൾക്കറിയാം ചിലന്തി വല കിട്ടുന്ന മാതിരി തന്നെയാണ് ബിസിനസ്സിനെ കുറെ പ്രാവശ്യം നമ്മൾ എന്തിനും ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. ചിലന്തി കണ്ടില്ല, വല കെട്ടി പൊട്ടി പിന്നെയും രണ്ടാമതും വല കിട്ടുന്നത്. ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അത് വളരാൻ വേണ്ടിയിട്ട് അത്രയധികം വല കെട്ടേണ്ടി വരും. അയാൾ പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ബിസിനസ് കാണിച്ചു കൊടുത്ത് കൈപിടിച്ച് വലുതാക്കി ലീഡർഷിപ്പിൽ എത്തിക്കുന്നവരെ നമ്മളെ കണ്ണിൽ നിന്നും എന്തില്ല, ഉറക്കമില്ല, ഊണില്ലാതെ നമ്മൾ ഓടും. അത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ഇൻഡസ്ട്രിയില് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. കാരണം എന്താ, രാത്രി ഞങ്ങൾ 10 മണിക്കാണ് ഒരു വീട്ടിൽ നിന്ന് പോകുന്നത്. ഈ 10 മണിക്ക് വീട്ടിൽ നിന്ന് പോകാനുള്ള കാരണം എന്താണെങ്കിൽ അവര് 7 മണിക്കേ എടുത്തുള്ളൂ. അവിടെ ഇരുന്ന് ഈ ബിസിനസ് പറഞ്ഞ സമയത്ത് അവരെ നല്ല എനർജി ആയിരിക്കും. ഈ എനർജി കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ കയ്യിലുള്ള ആയുധം കൊണ്ടാണ്. ഈ ആയുർവേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യന്മാരെ കാലം മുതലുള്ള ആയുർവേദ പ്രൊഡക്റ്റുകൾ നമ്മളെ കയ്യിൽ കിട്ടുക. കാരണം ഉപയോഗിച്ചാൽ അതിന് നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഒരു പ്രോഗ്രാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയാം ഞാൻ ഇന്ന ഉപയോഗിച്ചിട്ടാണ് വന്നത്, ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ് വന്നത്, ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടി, ഇന്ന ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് റിസൾട്ട് കിട്ടി. അപ്പൊ റിസൾട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്, പ്രോഡക്റ്റ് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ലീഡർഷിപ്പ് എത്തണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ടീമിൽ കൂടി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളെ ഇടതും വലതും ഉള്ള ആളുകള് ഒരു 50,000 രൂപയുടെ പ്രോഡക്റ്റ് എങ്കിലും ഒരാഴ്ചയിൽ, ഒരു ചെറിയത് പറഞ്ഞാൽ ഒരു TC ലീഡർ 50,000, ഒരു ടീമിൽ ഒരു 10 ആള് ഒരു 50,000-ന്റെയോ അല്ല 1,00,000-ന്റെയോ പ്രോഡക്റ്റുകൾ സെയിലാക്കണം. നിർബന്ധമുള്ള കാര്യമാണ്. അവരെന്താണോ ചെയ്യുന്നത്, അവർ ബിസിനസ്സിൽ ഉണ്ടോ എന്നും അവർ ഉറങ്ങിപ്പോയോണെന്നും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ ടീമുകൾ വളരുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് സുമേഷ് സാറിന്റെയും ഷെഫീഖ് സാറിന്റെ കീഴില്, അതായത് അവരെന്തൊക്കെയാണോ ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലീഡർ എന്തൊക്കെ ചെയ്യുന്നത് ആ ലീഡർഷിപ്പ് കൂടെ തന്നെ നമ്മൾ കൈപിടിച്ച് പോയി വന്നാൽ മതി. എന്നോട് ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ RTPക്ക് പോകണം, RTP പോവാം, ട്രെയിനിങ്ങിന് പോകണം, ട്രെയിനിങ്ങിന് പോവാം. നിങ്ങൾ GTS എല്ലാ ആഴ്ചയിലും വരണം, എല്ലാ ആഴ്ചയിലും വന്ന്. ഇതിനടുത്തോളം ഞാൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന വാനിലെ ഡ്രൈവറാണ്. പക്ഷെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഇതിലേക്ക് അർപ്പണബോധമാണ് ഈ ബിസിനസ് വേണ്ടത്. സ്വന്തമായിട്ട് നമ്മളിവിടെ അർപ്പിച്ചാൽ മാത്രമേ വിജയിക്കുള്ളൂ. ഒരു മൈ ലൈഫിലുള്ള ഒരാള് ഈ ഇതിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പോയില്ല. കാരണം എന്താണ്, ഇതിനകത്ത് അന്നന്ന് ജീവിക്കേണ്ട കാര്യങ്ങൾ വാങ്ങി വിറ്റിട്ടുണ്ടെങ്കിൽ വരുമാനം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ആഴ്ചയിൽ കിട്ടുന്നുണ്ട്, മാസത്തിൽ കിട്ടുന്നുണ്ട്, വർഷത്തിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങാനും വാങ്ങിയെടുക്കാനുള്ള ഒരു അവസരമാണ് മൈ ലൈഫ് സ്റ്റൈലിൽ നിന്നത്. നമുക്കറിയാം, നമുക്കിതിനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 5,000 രൂപ കൊടുത്തിട്ട് ഈ ബിസിനസ്സിലേക്ക് ഒരാളെ എൻട്രി ചെയ്താൽ, 5,000 രൂപ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഒരാളെ എൻട്രി ചെയ്താൽ 2,000 രൂപയുടെ പ്രോഡക്റ്റ് എക്സ്ട്രാ കിട്ടുന്നില്ലേ? നമുക്ക് വാങ്ങി വിറ്റാൽ 2,000 കിട്ടുന്നില്ലേ? ഇത് മാത്രം പറഞ്ഞാൽ സാധാരണക്കാരോട്. പിന്നെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടോ? വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനത് വേണ്ടത്, നിങ്ങൾ 50,000-നോ 1,00,000-നോ എടുക്കാം. പക്ഷെ 50,000-ന് എടുക്കുന്ന നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അതായത് 25,000 ഓർഗ് 1-ലും 25,000 ഓർഗ് 2-ലും വെച്ച് എടുക്കുകയാണെങ്കിൽ 10,000 തോതിലുള്ള പ്രൊഡക്റ്റുകൾ എവിടെ കിട്ടിയിട്ടുണ്ട്? ഒരു ഭാഗത്തും 10,000-ന്റെ പ്രൊഡക്റ്റുകൾ മറ്റേ ഭാഗത്തും 35,000-ന്റെ 2 ഭാഗത്തും പ്രോഡക്റ്റ് കിട്ടിയോ?
അപ്പൊ എന്ത് ചെയ്ത് മുകളിലുള്ള ഈ 2000 കൂട്ടി 10, 20, 22 പ്ലസ് 2250 അക്കൗണ്ടിൽ കിട്ടിയില്ലേ? അവിടെ വാങ്ങിക്കൊണ്ട് തിരികെ തന്നെ എന്ന് 2250 റുപ്യ അക്കൗണ്ടിൽ കിട്ടി. 27,000, 30,000 രൂപയുടെ ലാഭം മാത്രമുണ്ട്. ഈ നിങ്ങൾ 55,000 മുടക്കിയാണ് 30,000 രൂപയുടെ എടുത്ത് നിങ്ങൾക്ക് ലാഭം മാത്രം കിട്ടുന്നത്. ഒരാൾ പോലും ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വരുമാനം ലാഭകരമാണ്. ഇങ്ങനത്തെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നിലനിൽക്കൂലേ എന്നുള്ള പല ആൾക്കാർ സംശയങ്ങളുണ്ട് ഇപ്പോഴും. ഈ സംശയം എന്തുകൊണ്ടാണ് വരുന്നത്? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് നശിപ്പിക്കാൻ വന്ന കുറെ ആളുകളുണ്ട്. അവരെ പറഞ്ഞ കാര്യമില്ല. ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽക്കാർക്ക് പ്രത്യേകിച്ച് പണിയെടുക്കാൻ ഭയങ്കര മടി. കാരണം എത്രയും പെട്ടെന്ന് പണം വേണം. ആ ചെയ്ത് വെച്ച് എന്താ തന്നെ മണിച്ചേനികളാണ്. ഹൈറീച്ചുമായിട്ടുള്ള കമ്പനികൾ, സ്വന്തം പ്രോഡക്റ്റ് ഇല്ലാത്ത കമ്പനികളൊക്കെ ബാൻ ചെയ്യും, ഇല്ലാതാക്കുന്നുള്ള പറഞ്ഞ് ആൾക്കാർ മടുത്തു. പക്ഷെ എന്നാലും എന്താ, ഹൈറീച്ചിൽ കൂടെ കുറെ പണം വന്ന പോയ ആളുകളുണ്ട്, പണം കിട്ടിയ ആളുണ്ട്, കിട്ടിയ ആളുകളും ഉണ്ടില്ല. പോയ ആളുകളെ കണക്കിനനുസരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ എന്നിൽ ഇല്ലാണ്ടായിട്ടുണ്ട്. ആരോടും തുറന്നു പറയാൻ കഴിയില്ല. ഒരാളുടെ വീട് ജപ്തി വരെ, നമ്മളെ വീടിന്റെ അടുത്ത് ജപ്തി വരെ വന്ന സംഭവം എന്താണ്? ഇങ്ങനെ പണം ഉണ്ടാക്കാൻ പെരുപ്പിക്കുക. പണത്തിന്റെ വയ്യാലെ പോവാതെ നമ്മളെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളിതിലേക്ക് കൂട്ടി യോജിപ്പിച്ച ഏതൊരു വ്യക്തിക്കും ഇത് വിജയിക്കാൻ കഴിയുന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റി അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മൈലേജ് സ്റ്റൈൽ തന്നിട്ടുള്ളത്. ഈ ഇൻഡസ്ട്രീനെ പറ്റി കൂടുതലായിട്ട് നമുക്കറിയാം. ഇതിനകത്ത് കുറെയൊക്കെ നമുക്കറിയാം. ബിസിനസ്സുകാരെന്താണ്, സാധാരണ പണിക്ക് പോകുന്ന ആൾക്ക് അത് രണ്ട് ഘട്ടത്തിലാണ് വരുന്നത്. ബിസിനസ് ചെയ്താൽ മാത്രമേ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ളൂ. തൊഴിൽ മാത്രം ചെയ്ത തൊഴിലാളികൾ ഒരിക്കലും ഇതിനെ വിജയിച്ചില്ല. എന്തുകൊണ്ടാണ് ബിസിനസ്സുകാർ ബിൽഡ് ചെയ്യുന്നത്, ബിസിനസ് വിജയിക്കുന്നത്? അവരെന്ത് ചെയ്യുന്നത്? കുറെ ആളുകൾ വെച്ച് ചെയ്യുന്നുണ്ട്. കുറെ ആളുകൾ വെച്ച് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, അവർ വിജയിക്കുന്നുള്ളൂ ബിസിനസ്സുകാര്. എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അവരെന്ത് ചെയ്യുന്നത്? അവര് പണം ഇറക്കി കണ്ടിട്ട് ഒടിക്കുന്നത് അല്ലെ. അപ്പം നമ്മൾ സാധാരണക്കാർ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും ഒരു സെൽഫ് എംപ്ലോയി ആണെങ്കിലും, സെൽഫ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് എവിടെയും പോകാൻ സമയമുണ്ടല്ല. ഒരു ഷോപ്പ് എടുക്കുകയാണെങ്കിൽ ജീവിതം തന്നെ അവിടെ ഹോമിച്ച് കഴിഞ്ഞു. പിന്നെ അവന് പുറത്തേക്ക് യാതൊരു ഇതുമില്ല. അപ്പം അങ്ങനെ ഉള്ള ബിസിനസ്സിനകത്ത് നിന്ന് മാറ്റി മറയ്ക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈലേജ് സ്റ്റൈൽ നെറ്റ്വർക്ക് മാർക്കറ്റ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിനകത്ത്. ഇന്ന് വിജയിക്കാൻ പറ്റിയ ഒട്ടനവധി കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിപ്പിക്കാനും ഉള്ള ലീഡേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. മനസ്സിലാക്കുക, നിങ്ങൾക്ക് പേടി മടി ഒഴിവാക്കുക. ഈ ബിസിനസ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഉള്ളോട്ട് എടുക്കുക. മറ്റുള്ള ആളുകൾ, അതായത് പുറത്തുള്ള ആളുകൾ, നിങ്ങൾ പല ആളുകളും പറയും അത് ഇന്നതാണ്, അത് ഇന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഫോക്കസ് തെറ്റാതെ നിങ്ങൾ ഈ ബിസിനസ്സിന്റെ ഈ ഇൻഡസ്ട്രീന്റെ അകത്ത് നിങ്ങൾക്ക് വളരാൻ എല്ലാ തരത്തിലുള്ള ടീമുകളും, ആ ടീമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡേഴ്സും ഇതിനകത്ത് രാവും പകലും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രീനെ പറ്റി കൂടുതൽ പഠിക്കാൻ തയ്യാറായാലും മാത്രമേ വിജയിക്കുള്ളൂ. ഞാൻ കൂടുതലായിട്ട് വർക്ക് വരുന്നത് താമരശ്ശേരി വരുന്നത് ജയൻ സാറിന്റെ വർക്കിലാണ്. അതേമാതിരി തന്നെ ഒരു വിഭാഗം എവിടെ ഉണ്ട്, കാലിക്കറ്റിലുണ്ട്, രാജസാറിന്റെ വേറെ ടീം. ഇവരെ രണ്ട് ടീമുകളും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. അതിലെ നേട്ടത്തിന്റെ അല്ല പറഞ്ഞത്, നമുക്ക് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേഷൻ കൂടിയാണ് ഈ ബിസിനസ്. കമ്മ്യൂണിക്കേഷൻ ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് മൈലേജ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഒരു സമയം കഴിഞ്ഞാൽ മാത്രം വണ്ടിയുണ്ട്, ഡ്രൈവർ കൊണ്ടുപോകലാണ്. ചില സമയങ്ങളിൽ ഞാനും പോവാറുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച പണികൾ, നമ്മൾ ഒരു സാധാരണപ്പെട്ട ഒരു താഴെ കിടക്കുള്ള, അതായത് വലിയ സാമ്പത്തികമില്ലാത്ത വീട് ഇപ്പോഴാണ് ഞങ്ങൾ പണിത് ആക്കി നല്ല രീതിയിലൊക്കെ ഇപ്പം ജീവിച്ചു പോകുന്നുണ്ട്. മൈലേജ് സ്റ്റൈൽ കൂടെ വന്നതിനെ കൊണ്ട് എനിക്ക് വീടിന്റെ 4 ഭാഗം എന്നൊരു മതിലൊക്കെ കെട്ടി ഇതൊക്കെ ആക്കി ഒരു കാറൊക്കെ വാങ്ങി. അപ്പം സെക്കൻഡ് ഹാൻഡ് കാറാണ് വാങ്ങിയത്. നമുക്ക് വലിയൊരു പ്രോഗ്രാം നമുക്കുണ്ട്, എക്സോറ എന്നുള്ള പ്രോഗ്രാം. അതിൽ നിങ്ങൾ ഓരോ ആളുകളും എക്സോറയിലേക്ക് എന്തൊക്കെയാണ് പ്രശ്നം ചെയ്തത്. അപ്പൊ മനസ്സിലാക്കേണ്ട, എക്സോറയിലേക്ക് നിങ്ങൾ ഒരു നോക്കുകുത്തികളായിട്ട് കയറരുത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമ്മൾ ആ സ്റ്റേജിൽ
നമ്മൾ ഒരുവനായിട്ട് കയറണം. അതുപോലെ തന്നെ അവിടെ നമ്മൾ ടീമിൽ നിന്ന് എത്ര ആളെ കൊണ്ടുവരണം, ആ ടീമിനെ എത്ര ആളെ സ്റ്റേജിൽ കയറ്റണം. എക്സോറ എന്നുള്ള പ്രോഗ്രാമിന്റെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ നിങ്ങൾ ടീമിലൂടെ FSSകളായിട്ടും ട്രെയിനിങ്ങുകളായിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അതെല്ലാ ടീമിലും നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഒരു കഷായം കുറുക്കി 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 കൊണ്ടുവന്നാൽ മാത്രമേ എന്നുള്ളൂ അതിന് സത്ത് കിട്ടുള്ളൂ. അതേമാതിരിയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ ഇന്നിപ്പോ കേട്ടിട്ടുള്ള ഒട്ടനവധി ലീഡേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് 10 കണക്കിന് മണ്ണ് നീക്കാൻ വേണ്ടി ഒരു തരി സ്വർണം കിട്ടുകയുള്ളൂ. അടികൊണ്ട ലോഹം മാത്രമേ ആഭരണമായി മാറിയിട്ടുള്ളൂ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഊതിക്കാച്ചിയ പൊന്ന് എന്ന് കേട്ടില്ലേ? ഊതിക്കാച്ചിയ പൊന്നിന് ഒരു വൃത്തിയുണ്ട് അല്ലെ? നിങ്ങളൊക്കെ ഇതൊക്കെ ആഭരണങ്ങളാക്കി മാറ്റി, നിങ്ങൾ ഓരോ ആളുകളും ആഭരണമാക്കി മാറ്റി, നിങ്ങളൊക്കെ തങ്കങ്ങളാക്കി, നിങ്ങളൊരു എന്താ പറയാ ഒരു ജീവിതത്തിലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം ഈ മൈ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തട്ടെ.